ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR Gold and Diamonds തൃപ്രയാർ. PMC വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ CPM. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. PMC വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എടമുട്ടത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി സബീനയാണ് മരിച്ചത്. മണ്ണുത്തിയിൽ വൻ കവർച്ച. എടപ്പാൾ സ്വദേശിയായ ബസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് നൽകി. വെള്ളക്കരം കൂട്ടാൻ നീക്കം നടക്കുന്നത് ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടി. ദേശീയപാത എടക്കഴിയൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. നടപടി TCV വാർത്തയെ തുടർന്നു. വാർത്തകൾ വിശദമായി. PMC വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ ശ്രമം. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി CPI ആസ്ഥാനത്തെത്തി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, മന്ത്രി GR അനിൽ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. ചർച്ചയിൽ കാര്യമായ പുരോഗതി ഉണ്ടായില്ലെന്നാണ് സൂചന. PMCയിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന ആവശ്യം ബിനോയ് വിശ്വം ചർച്ചയിൽ വീണ്ടും ഉന്നയിച്ചു. അതേസമയം പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന വി ശിവൻകുട്ടി ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം PMC വിഷയത്തിൽ ദില്ലിയിൽ ഇരു പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ തമ്മിൽ ചർച്ച നടത്തി. PMC വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല വിഷയത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമമാണ് രണ്ട് പാർട്ടികളും നടത്തുന്നത്. CPI LDF-ൽ തന്നെ നിൽക്കും. എത്രയൊക്കെ ശ്രമിച്ചാലും അയ്യപ്പൻ വിടില്ലെന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ കൺകറന്റ് ലിസ്റ്റിൽപ്പെടുന്ന കാര്യമാണ്. കരിക്കുലം നിശ്ചയിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അതിൽ കേന്ദ്രത്തിന്റെ ഇടപെടലില്ല. പല സ്കൂളുകളും തിളങ്ങുന്നു എന്ന് സർക്കാർ ഇപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. അത് കേന്ദ്രത്തിന്റെ ഫണ്ട് കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു. PMC പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട സ്കൂളുകളുടെ പട്ടിക കേരളം ഉടൻ കേന്ദ്രത്തിന് കൈമാറില്ല. ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചെങ്കിലും പദ്ധതി നടത്തിപ്പ് നടപടികളിലേക്ക് കടക്കേണ്ടെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. ധാരണാപത്രം ഒപ്പിട്ടതിനുശേഷം സ്കൂളുകളുടെ പട്ടിക കേന്ദ്രത്തിന് കൈമാറുന്നതാണ് അടുത്ത നടപടി. ഗുണഭോക്തൃ സ്കൂളുകളെ കേന്ദ്രം ഈ പട്ടികയിൽ നിന്നാണ് തിരഞ്ഞെടുക്കുന്നത്. SSA ഫണ്ടിനായുള്ള ആദ്യ പ്രപ്പോസൽ ഇന്ന് സമർപ്പിക്കും. SSAയ്ക്കായി 971 കോടി രൂപ അനുവദിക്കാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയിരുന്നു. PMC പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ തടഞ്ഞുവെച്ച വിഹിതങ്ങൾ നൽകാമെന്നതായിരുന്നു കേന്ദ്രത്തിന്റെ നിലപാട്. അതേസമയം PMC പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതിൽ CPI പ്രതിഷേധം തുടരുകയാണ്. നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് റോഡിലേക്ക് വീണ യുവതി ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി ചെറുവട്ടത്ത് ഉബൈദുവിന്റെ ഭാര്യ 45 വയസ്സുള്ള സബീനയാണ് മരിച്ചത്. എടമുട്ടം ക്ഷേത്രത്തിന് സമീപം ദേശീയപാതയിൽ മകനുമൊത്ത് സ്കൂട്ടറിൽ പോകുന്നതിനിടെയായിരുന്നു അപകടം. സ്കൂട്ടർ റോഡിലെ ചെളിയിൽ അകപ്പെട്ട് നിയന്ത്രണം വിട്ടതിനെ തുടർന്ന് പുറകിലിരിക്കുകയായിരുന്ന സബീന റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇതേസമയം പുറകിൽ നിന്നും വന്നിരുന്ന ടിപ്പർ ലോറി സബീനയുടെ ദേഹത്ത് ഇടിക്കുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാർ ചേർന്ന് വല്ലപ്പാട് ദയാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വലപ്പാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തിയിൽ ട്രാവൽസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കൊള്ളയടിച്ചു. അറ്റ്ലസ് ട്രാവൽസ് ഉടമ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പണമാണ് കൊള്ളയടിച്ചത്. ഇന്ന് പുലർച്ചെ 4:30-യോടെയാണ് സംഭവം. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ വന്നിറങ്ങിയതായിരുന്നു മുബാറക്. മണ്ണുത്തി പോലീസ് സ്റ്റേഷനു സമീപത്തെ ചായക്കടയിൽ നിന്ന് ചായ കുടിക്കുന്നതിനും ശുചിമുറിയിൽ പോകുന്നതിനുമായി ബാഗ് താഴെ വെച്ച് നിൽക്കുന്നതിനിടെയാണ് കാറിലെത്തിയ സംഘത്തിലെ ഒരാൾ പണം തട്ടിയെടുത്തത്. ബാഗ് തട്ടിപ്പറിച്ചോടിയ സംഘത്തെ പിന്തുടർന്ന മുബാറക്കിനെ കവർച്ചാ സംഘം ആക്രമിച്ചു. മുബാറക്കിനെ പിടിച്ചു തള്ളിമാറ്റിയ ശേഷം കവർച്ചാ സംഘം കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. കാറിൽ നിന്നിറങ്ങി വന്ന ഒരാളാണ് പണമടങ്ങിയ ബാഗ് എടുത്തുകൊണ്ട് പോയതെന്ന് മുബാറക് പറഞ്ഞു.
ബംഗളൂരുവിൽ ബസ് വിറ്റ് കിട്ടിയ പണമാണ് നഷ്ടപ്പെട്ടതെന്ന് മുബാറക് പറഞ്ഞു. ബാഗ് മോഷ്ടിക്കുന്നയാളുടെ ദൃശ്യം CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. CCTV ക്യാമറ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിയുടെ സർക്കുലർ കൗൺസിലർമാർക്ക് ലഭിച്ചു. നേരത്തെ നടന്ന കൗൺസിൽ യോഗത്തിൽ സെക്രട്ടറിയുടെ കത്ത് തള്ളിയതിനെ തുടർന്നാണ് വീണ്ടും പുതിയ നീക്കം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി കുടിവെള്ള നിരക്ക് കൂട്ടണമെന്ന അഭിപ്രായം രേഖപ്പെടുത്താതെ പ്രതിപക്ഷ കൗൺസിലർമാർക്ക് കോർപ്പറേഷൻ സെക്രട്ടറി സർക്കുലർ അയച്ചു. ഓഡിറ്റ് പരാമർശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടറി പ്രതിപക്ഷ കൗൺസിലർമാർക്ക് സർക്കുലർ അയച്ചത്. എന്നാൽ ആ സെക്രട്ടറിയുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദം ചെലുത്തിയും തീരുമാനമെടുക്കാൻ സെക്രട്ടറിക്ക് എന്തധികാരമാണുള്ളതെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ചോദിച്ചു. കുടിവെള്ള നിരക്ക് കൂട്ടണോ വേണ്ടയോ എന്ന തീരുമാനം എടുക്കുവാനുള്ള അധികാരം കൗൺസിലിനാണെന്നിരിക്കെ സെക്രട്ടറിയുടെ സർക്കുലർ പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ കൗൺസിലർ ജോൺ ഡാനിയൽ ആവശ്യപ്പെട്ടു. കുടിവെള്ള നിരക്ക് കൂട്ടാനുള്ള ശ്രമം കൗൺസിലിനകത്ത് ഇതിനു മുന്നേ CPM ഭരണസമിതി ശ്രമിച്ചപ്പോൾ ആ ശ്രമത്തെ പ്രതിപക്ഷ കൗൺസിലർമാർ വലിയ പ്രതിഷേധത്തോടുകൂടി എതിർക്കുകയും ആ ശ്രമത്തെ പരാജയപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ കോർപ്പറേഷൻ സെക്രട്ടറി ഉപയോഗിച്ച് കൗൺസിലർമാർക്ക് നേരെ ഭീഷണി ഉത്തരവിറക്കി കുടിവെള്ള നിരക്ക് കൂട്ടാനാണ് CPM ഭരണസമിതി ശ്രമിക്കുന്നത്. കോർപ്പറേഷൻ സെക്രട്ടറി CPMന്റെ ആജ്ഞാനുവർത്തിയായി കൗൺസിലിന് മുകളിൽ പറക്കുവാനാണ് ശ്രമിക്കുന്നത്. ഈ നീക്കം അനുവദിക്കുന്ന പ്രശ്നമില്ല. ഓഡിറ്റിന്റെ മറവിൽ ജനങ്ങളുടെ പേരിൽ അധിക കുടിവെള്ള നിരക്ക് അടിച്ചേൽപ്പിക്കാനാണ് CPM ഭരണസമിതി നീക്കം നടത്തുന്നത്. കൗൺസിലർമാരെ ഭീഷണിപ്പെടുത്തി കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കുവാനുള്ള മേയറുടെയും CPMന്റെയും ശ്രമം ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷ കോൺഗ്രസ് കൗൺസിലർ ജോൺ ഡാനിയൽ പറഞ്ഞു. കുടിവെള്ള നിരക്ക് വർദ്ധിപ്പിക്കാൻ നിയമപരമായ ബാധ്യതയില്ലെന്നിരിക്കെ നിരക്ക് കൂട്ടി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ കൂട്ടുനിൽക്കില്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. വിഷയം തിങ്കളാഴ്ച നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് വഴിവെക്കും. TCV ന്യൂസ്, തൃശൂർ. ദേശീയപാത എടക്കഴിയൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. TCV വാർത്തയെ തുടർന്നാണ് നടപടി. ഇന്നലെ വൈകിട്ട് കരാർ കമ്പനിയുടെ ജീവനക്കാർ എത്തി മണ്ണും മെറ്റലും ഉപയോഗിച്ച് കുഴിയടച്ചു. കുഴിയിൽ വീണ നിരവധി ഇരുചക്ര വാഹന യാത്രക്കാർ പരിക്കേറ്റിരുന്നു. കലാമണ്ഡലത്തിനെതിരെ ചാൻസലർ മല്ലിക സാരാഭായുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ABVP പ്രവർത്തകർ കലാമണ്ഡലത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S. അക്ഷയ് ധർണ ഉദ്ഘാടനം ചെയ്തു. ABVP ജില്ലാ സെക്രട്ടറി KS. യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R. അശ്വതി മുഖ്യപ്രഭാഷണം നടത്തി. പൊതുജനാരോഗ്യരംഗത്ത് വലിയ പരിപാലനമാണ് കേരളം നടത്തുന്നതെന്ന് കോർപ്പറേഷൻ മേയർ MK വർഗീസ് പറഞ്ഞു. അയ്യന്തോൾ SN പാർക്ക് കോർപ്പറേഷൻ ഹോമിയോ ആശുപത്രിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേയർ. അലോപ്പതി, ആയുർവേദ, ഹോമിയോ ചികിത്സാ രംഗത്തെ മികവാണ് നമ്മെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വേറിട്ടു നിർത്തുന്നത്. എല്ലാ ആശുപത്രികളും ഹൈടെക് രീതിയിലേക്ക് മാറുകയാണെന്നും കേരളത്തിലെ തന്നെ ഒന്നാമത്തെ ആശുപത്രിയായി തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി മാറിക്കഴിഞ്ഞുവെന്നും മേയർ പറഞ്ഞു. ഹോമിയോ ആശുപത്രിയിലെ യോഗ ഹാൾ, കോൺഫറൻസ് ഹാൾ, ജീവനക്കാരുടെ റെസ്റ്റ് റൂം, വാഷ്റൂം സൗകര്യം ഉൾപ്പെടെ നിർമ്മാണം പൂർത്തീകരിച്ച ഒന്നാം നിലയുടെയും ടൈൽസ് വിരിച്ച് നവീകരിച്ചതിന്റെയും ഉദ്ഘാടനം മേയർ നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PK ഷാജൻ, കൗൺസിലർ AR രാഹുൽനാഥ്, ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലീന റാണി, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VV ബിനി, കോർപ്പറേഷൻ സെക്രട്ടറി VP ഷിബു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് യോഗ ക്ലാസ്സിൽ ബെസ്റ്റ് പെർഫോമറായി തിരഞ്ഞെടുക്കപ്പെട്ട അനേഡ എന്ന വിദ്യാർത്ഥിനിയുടെയും മറ്റ് പഠിതാക്കളുടെയും യോഗ പ്രദർശനവും നടന്നു. കേരള ആയുഷ് കായകൽപ അവാർഡ് 2025 ഒന്നാം സ്ഥാനം ലഭിച്ചതും അയ്യന്തോൾ SN പാർക്കിലുള്ള ഹോമിയോ ആശുപത്രിക്കാണ്. TCV ന്യൂസ്, തൃശൂർ. വെറ്റിലപ്പാറയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കർഷകനെ വീട്ടിൽ കയറി മർദ്ദിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം. അരൂർമുഴി മാളിയേക്കൽ ഡേവിസിനാണ് വ്യാഴാഴ്ച രാത്രി മർദ്ദനമേറ്റത്. അരൂർമുഴിയിലുള്ള കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് മർദ്ദിച്ചത്. ഭാര്യയുടെ മുന്നിൽ വെച്ചാണ് മർദ്ദിച്ചതെന്ന് അതിരപ്പള്ളി സ്റ്റേഷനിൽ നൽകിയ പരാതിയിൽ പറയുന്നു. വന്യമൃഗശല്യം രൂക്ഷമാകുമ്പോഴും വനപാലകർ ഉറക്കം നടിക്കുകയാണെന്നും നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഗുണമുണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തി.
കുന്നംകുളം തെക്കേപ്പുറത്ത് പൂട്ടിക്കിടന്ന 2 വീടുകൾ കുത്തിത്തുറന്ന് മോഷണശ്രമം. തെക്കേപ്പുറം മനന്തൻ വീട്ടിൽ ബാബുവിന്റെയും തെക്കേപ്പുറം പറക്കാട്ട് വീട്ടിൽ ലീലയുടെയും വീട്ടിലുമാണ് മോഷണശ്രമം നടന്നത്. ബാബുവിന്റെ വീടിന്റെ വാതിൽ തുറന്ന മോഷ്ടാവ് അകത്തുകയറി അലമാരയിലെ സാധനങ്ങൾ പുറത്തേക്ക് വലിച്ചിട്ട നിലയിലായിരുന്നു. വീടിന്റെ സ്റ്റോർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് വസ്തുക്കൾ ഉപയോഗിച്ചാണ് വാതിലുകൾ തുറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. പ്രദേശത്തെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് മോഷ്ടാക്കൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആറ്റൂർ അറഫ സ്കൂളിൽ നടക്കുന്ന തൃശൂർ ജില്ലാ സഹോദയ കലോത്സവത്തിൽ തൃശൂർ ദേവമാതാ പബ്ലിക് സ്കൂൾ മുന്നേറ്റം തുടരുന്നു. തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളാണ് 2ാം സ്ഥാനത്ത്. തൃശൂർ നിർമ്മലമാതാ സെൻട്രൽ സ്കൂൾ, ചിന്മയ വിദ്യാലയം, കോലടി, ചിറ്റ്ലപ്പള്ളി IAS പബ്ലിക് സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് തൊട്ടുപിന്നിൽ. 5 കാറ്റഗറികളിലായി 84 ഇനങ്ങളാണ് ഇതുവരെ പൂർത്തിയായത്. കലോത്സവം ഇന്ന് സമാപിക്കും. തിരുവില്ലാമല CPI മുൻ ലോക്കൽ കമ്മിറ്റി അംഗം ആനപ്പാറ ചന്ദ്രനും എരവത്തുടി തെരുവിൽ സന്തോഷും BJPയിൽ ചേർന്നു. BJP തിരുവില്ലാമല പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ ജയപ്രകാശ് കുമാർ അംഗത്വം നൽകി. ഇരുവരും സ്വീകരിച്ചു. BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് K ബാലകൃഷ്ണൻ, ചേലക്കര മണ്ഡലം ജനറൽ സെക്രട്ടറി PK ഉമേഷ്, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷീല പണിക്കർ തുടങ്ങിയവർ സന്നിധരായിരുന്നു. ഗുരുവായൂർ നെന്മിനിയിൽ ബൈക്ക് യാത്രയ്ക്കിടെ തലകറങ്ങി വീണ് യുവാവിന് പരിക്കേറ്റു. ഗുരുവായൂർ ആലപ്പുറത്ത് നിവേദ് കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. റെയിൽവേ ഗേറ്റ് റോഡിലായിരുന്നു അപകടം. വലതുകൈയുടെ ചെറുവിരൽ അറ്റുതൂങ്ങി. ആക്സ് പ്രവർത്തകർ പരിക്കേറ്റ യുവാവിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ ചുറ്റുമതിലിന് ഇനി പൈതൃക ഭംഗി. സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായാണ് മതിലിൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കുന്നത്. P ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപിക ടെസ്ലിന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിലെ ആർട്സ് ക്ലബ് അംഗങ്ങളാണ് മതിലിൽ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. ഞങ്ങളുടെ ആർട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിലുള്ള 12 കുട്ടികളും കൂടി ഈ ഒരു ചിത്രം വരയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ പൈതൃകമായിട്ടുള്ള മുസ്രീസിൻ്റെ ഒരു വാണിജ്യ സംസ്കാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചിത്രമാണ് ഇനി വരയ്ക്കാൻ പോകുന്നത്. എമൽഷൻ പെയിന്റ് ഉപയോഗിച്ചാണ് ചിത്രങ്ങൾ തയ്യാറാക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രം, ചേരമാൻ ജുമാ മസ്ജിദ്, പറവൂർ ജൂത സിനഗോഗ് എന്നിവയുടെ ചിത്രങ്ങളാണ് ചുറ്റുമതിലിൽ വരച്ചത്. തൃശൂർ കോർപ്പറേഷൻ ഒളരി ഡിവിഷൻ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. P ബാലചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് V രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. CPI ലോക്കൽ സെക്രട്ടറി ഷാജു കുണ്ടോളി, CPM തൃശൂർ ഏരിയ സെക്രട്ടറി അനൂപ് ഡേവിസ് കാട, ഏരിയ കമ്മിറ്റി അംഗം KS സെന്തിൽകുമാർ, KM സോണി തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിൻ ദേവസ്വം കാർമിക് സംഘ് BMSന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിലെ ബോർഡ് ആസ്ഥാനത്ത് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മുഴുവൻ ക്ഷേത്രങ്ങളിലെയും സെൻട്രൽ സ്റ്റോക്കിലെയും സ്വർണം, വെള്ളി ഉരുപ്പടികൾ വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് പുനർമൂല്യനിർണ്ണയം നടത്തുക, അന്യാധീനപ്പെട്ടുപോയ ദേവസ്വം ഭൂമിയും കെട്ടിടങ്ങളും എത്രയും വേഗം തിരിച്ചുപിടിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. BMS സംസ്ഥാന അധ്യക്ഷൻ CG ഗോപകുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബു, BMS ജില്ലാ സെക്രട്ടറി സേതു തിരുവെങ്കിടം, യൂണിയൻ ഭാരവാഹികളായ MK ഉണ്ണികൃഷ്ണൻ, P ബാലകൃഷ്ണൻ, K രമേശ് മാരാർ എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പറമ്പൻതളിയിൽ പ്രതിഷേധ സംഗമം നടത്തി. മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിലാണ് പ്രതിഷേധ സംഗമം നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി PK രാജൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. AB സൈദു മുഹമ്മദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വരവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വടക്കാഞ്ചേരി ഉപജില്ലാ കലോത്സവത്തിൽ സഹോദരിമാർക്ക് നേട്ടം. ചേലക്കര LFGHSS വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവിക ജയേഷ് കേരള നടനത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി. 7ാം ക്ലാസ്സുകാരിയായ സഹോദരി ദീപിക ജയേഷ് UP വിഭാഗം ശാസ്ത്രീയ സംഗീതത്തിൽ 1ാം സ്ഥാനവും ലളിതഗാനത്തിൽ A ഗ്രേഡും കരസ്ഥമാക്കി.
ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമാകുന്ന ചെമ്മന്തട്ട് സ്വദേശികളായ അവനിക, ആയുഷ എന്നീ കുരുന്നുകളുടെ ചികിത്സാ സഹായ നിധിയിലേക്ക് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ കുന്നംകുളം ഏരിയ കമ്മിറ്റി നടത്തിയ കാരുണ്യ യാത്രയിൽ 10 ലക്ഷം രൂപ ലഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു. കഴിഞ്ഞ 22-നാണ് കുന്നംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 90 ബസ്സുകൾ കാരുണ്യ യാത്രയിൽ പങ്കാളികളായത്. സംഘടനാ രക്ഷാധികാരി എം ബാലാജി, ജില്ലാ സെക്രട്ടറി വി മുജീബ് റഹ്മാൻ, കുന്നംകുളം ഏരിയ സെക്രട്ടറി ജോൺ ജേക്കബ്, പ്രസിഡന്റ് എൻ രതീഷ്, കോർഡിനേറ്റർ PG വിശ്വനാഥൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം കുതിപ്പ്. 1297 പോയിന്റുമായി ബഹുദൂരം മുൻപിലാണ് തിരുവനന്തപുരം. തൃശൂർ 2-മതും പാലക്കാട് 3-മതുമുണ്ട്. അത്ലറ്റിക്സ് വിഭാഗത്തിൽ പാലക്കാടാണ് 1-മത്. അത്ലറ്റിക്സിലെ 3-ാം ദിനമായ ഇന്ന് 21 ഫൈനലുകൾ നടക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ 19-ാം വാർഡിലുള്ള സരസ്വതി അംഗനവാടിക്ക് പുതുക്കാട് മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 27.5 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് KK രാമചന്ദ്രൻ MLA ശിലാസ്ഥാപനം നടത്തി. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം KS ബിജു, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MR രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കൊടകര മേള കലാസംഗീത സമിതിക്കു കീഴിൽ പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ 12 വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കും. അരങ്ങേറ്റത്തിനായുള്ള അവസാനഘട്ട പരിശീലനത്തിന്റെ തിരക്കിലാണ് വിദ്യാർത്ഥികൾ. പ്രശസ്ത മേള കലാകാരനും പരിശീലകനുമായ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലാണ് വിദ്യാർത്ഥികൾ പരിശീലനം പൂർത്തിയാക്കിയത്. ഞായറാഴ്ച വൈകിട്ട് പുത്തൂക്കാവ് ദേവി ക്ഷേത്ര സന്നിധിയിലാണ് അരങ്ങേറ്റം നടക്കുക. പത്മശ്രീ പെരുവന്നം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. അരങ്ങേറ്റ മേളത്തിന് കുറുങ്കുഴൽ, കുമ്പ്, വലംതല, ഇളത്താളം എന്നിവയിൽ യഥാക്രമം കൊടകര അനൂപ്, മച്ചാട് രാമചന്ദ്രൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കുമ്മത്ത് നന്ദനൻ എന്നിവരുടെ നേതൃത്വത്തിൽ 60ഓളം സഹമേളക്കാർ പങ്കെടുക്കും. അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ രോഗം എങ്ങനെയാണ് പിടിപെടുന്നു എന്നതിലും എന്തു നിയന്ത്രണങ്ങളാണ് വേണ്ടതെന്നതിലും അവ്യക്തത നിലനിൽക്കുന്നു. ജലാശയങ്ങളിൽ നിന്നാണ് രോഗം വരുന്നതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ അടുത്തിടെ രോഗം വന്നവരിൽ പലരും പൊതുജലാശയങ്ങളിൽ കുളിച്ചിട്ടില്ല. വീട്ടിൽ നിന്നും പുറത്തുപോകാത്ത കിടപ്പുരോഗികൾക്ക് വരെ അസുഖം വന്നു. തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ച 2 മരണങ്ങളിൽ ഒന്ന് ഇത്തരത്തിൽ വീടിന് പുറത്തുപോകാത്ത വയോധികയുടേതാണ്. രോഗലക്ഷണങ്ങളും പലർക്കും വ്യത്യസ്തമാണ്. പനി മിക്കവർക്കും പൊതുവായി ഉണ്ടെങ്കിലും മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ വ്യത്യാസമുണ്ട്. കാഴ്ച പ്രശ്നങ്ങൾ, ശരീരവേദന തുടങ്ങിയവയാണ് മറ്റു പൊതുലക്ഷണങ്ങൾ. സാധാരണ തലവേദന, പനി എന്നിവയാണെന്ന് കരുതി ചികിത്സ തേടാത്തവർക്ക് പിന്നീട് ഇത് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്നും സ്ഥിരീകരിക്കുന്നുണ്ട്. അർജന്റീന ഫുട്ബോൾ ടീമും ലയണൽ മെസ്സിയും നവംബറിൽ കേരളത്തിലേക്ക് വരില്ലെന്ന് സ്ഥിരീകരിച്ച സ്പോൺസർ. ഫിഫ അനുമതി ലഭിക്കുവാനുള്ള കാലതാമസം പരിഗണിച്ച് നവംബർ വിൻഡോയിലെ കളി മാറ്റിവെക്കാൻ AFAയുമായി ഉള്ള ചർച്ചയ്ക്ക് ധാരണയായെന്നും കേരളത്തിൽ കളിക്കുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നും സ്പോൺസർ ആന്റോ അഗസ്റ്റിൻ അറിയിച്ചു. നവംബർ 17-ന് അർജന്റീന ടീം കൊച്ചിയിൽ കളിക്കും എന്നായിരുന്നു സർക്കാരും സ്പോൺസറും നേരത്തെ പറഞ്ഞിരുന്നത്. മെസ്സി നയിക്കുന്ന അർജന്റീന ടീം നവംബറിൽ കൊച്ചിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് വരുമെന്നായിരുന്നു പ്രഖ്യാപനം. വിരമിച്ച നവോദയ വിദ്യാലയ ജീവനക്കാർക്ക് പെൻഷനും മെഡിക്കൽ ആനുകൂല്യങ്ങളും നൽകാത്തതിനെതിരെ നവോദയ വിദ്യാലയ സമിതി റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷൻ രംഗത്ത്. വിഷയം നിരവധി പാർലമെന്ററി സമിതികളുടെയും MP-മാരുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അവർ അനുകൂലമായ ശുപാർശ ചെയ്തിട്ടും സാമ്പത്തിക ഭാരം എന്ന കാരണം പറഞ്ഞ ധനമന്ത്രാലയം ഇക്കാര്യത്തിൽ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. കേന്ദ്രീയ വിദ്യാലയ ജീവനക്കാരും നവോദയ വിദ്യാലയ ജീവനക്കാരും കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്നിരിക്കെ നവോദയ വിദ്യാലയ ജീവനക്കാരോട് വിവേചനം കാണിക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ബോംബെ ഹൈക്കോടതി വിധിച്ചിട്ടും നവോദയ വിദ്യാലയ ജീവനക്കാർക്ക് നീതിക്കായി
സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ അനുകൂല നടപടി ഉണ്ടാകണമെന്ന് വിരമിച്ച നവോദയ വിദ്യാലയ ജീവനക്കാരുടെ സംഘടനാ നേതാക്കൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. NVS REA സെക്രട്ടറി കെ ശിവരാമൻ, റിട്ടയർഡ് നവോദയ സ്കൂൾ പ്രിൻസിപ്പൽമാരായ BN ശ്രീജിത്ത്, കെ ബാലസുബ്രഹ്മണ്യൻ, പത്മിനി തങ്കപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ ജെയിംസ് മുട്ടിക്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികൾ ആശുപത്രിവാസ ക്ലെയിമുകൾ സമർപ്പിക്കുന്ന ഉപഭോക്താക്കളെയും ഏജന്റുമാരെയും പുറന്തള്ളുന്ന രീതി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് ഏജന്റ്സ് അസോസിയേഷൻ പ്രക്ഷോഭത്തിലേക്ക്. മുതിർന്ന പൌരന്മാർക്ക് ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്നതിന് നിന്ന് ഏജന്റുമാരെ പിന്തിരിപ്പിക്കുന്ന സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ നിലപാടിനെതിരെയാണ് ഇൻഷുറൻസ് ഏജന്റുമാരുടെ സംഘടനാ പ്രക്ഷോഭം ആരംഭിക്കുന്നത്. ഓൾ കേരള പ്രൈവറ്റ് ജനറൽ ഇൻഷുറൻസ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തൃശൂർ മേഖലാ ഓഫീസിന് മുൻപിൽ ചൊവ്വാഴ്ച സമരം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പ്രതിഷേധ സമരം മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വർദ്ധനൻ പുളിക്കൽ, ഭാരവാഹികളായ കണ്ണൻ വടക്കൂട്ട്, സുരേഷ് ബാബു, CR രാജേഷ്, ജോജു വർക്കി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സെന്റ് ജോസഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ 10ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ദേവമാതാ മുൻ പ്രൊവിൻഷ്യൽ ഫാദർ വാൾട്ടർ തേലപ്പിള്ളി വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കോളേജിൽ പുതുതായി ആരംഭിച്ച BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഫാദർ ഡോക്ടർ ജിയോ ഫ്രാൻസിസ് എടക്കളത്തൂർ നിർവഹിച്ചു. മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ PT ജോസ്, കോളേജ് പ്രിൻസിപ്പൽ രഞ്ജി ജോസഫ്, PTA പ്രസിഡന്റ് NK അബ്ദുൽ സലാം തുടങ്ങിയവർ സംസാരിച്ചു. നാരീചക്ര പെൺകരുത്ത് വനിതാ തൊഴിലധിഷ്ഠിത നൈപുണ്യ പദ്ധതിക്ക് കുന്നംകുളം അസാപ്പിൽ തുടക്കമായി. മന്ത്രി ഡോക്ടർ R ബിന്ദു ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, ടൗൺ വാർഡ് കൌൺസിലർ ബിജു C ബേബി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു നവവൈജ്ഞാനിക സമൂഹം കെട്ടിപ്പടുക്കുന്നതിന്റെ ഭാഗമായി അഭ്യസ്തവിദ്യരുടെ ജാമിയ ഇമാം നവവി 10ാം വാർഷിക സനദ് ദാന മഹാസമ്മേളനം ഡിസംബർ 11 മുതൽ 13 വരെ പാവറട്ടി വെൺമനേട് ജാമിയ ഇമാം നവവി ക്യാമ്പസിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യക്കകത്തു നിന്നും പുറത്തുനിന്നുമായി 600ഓളം മത്സര വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന തിബിയാൻ ഖുറാൻ മനപ്പാട മത്സരത്തിന്റെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ നാളെ തുടക്കമാകും. 3 ദിവസം നീണ്ടുനിൽക്കുന്ന മത്സരം ഓൺലൈൻ വീഡിയോ കോൺഫറൻസ് വഴിയാണ് സംഘടിപ്പിക്കുന്നത്. ഡിസംബർ 11 വൈകിട്ട് 5 പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 12 നടക്കുന്ന ചടങ്ങുകൾ SKSSF കോഴിക്കോട് പ്രസിഡന്റ് സയ്യിദ് മുബഷീർ തങ്ങൾ ജമ്മു ലൈലി ഉദ്ഘാടനം ചെയ്യും. 13 സമാപന സമ്മേളനം നടക്കും. സംഘാടക സമിതി കൺവീനർ മുഹമ്മദ് മുഫീദ് ഫൈസി, അൽ ഹാഫിസ് മുഹമ്മദ് യാസിർ നവവി, യാസിർ മൊയ്തൂട്ടി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കമുകറ ഫൗണ്ടേഷന്റെ കമുകറ സംഗീത പുരസ്കാരം സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്റർക്ക് മരണാനന്തര ബഹുമതിയായി നൽകും. 50,000 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ മാസം 31 തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സംഗീത സംവിധായകൻ ജോൺസന്റെ പത്നി റാണി ജോൺസന് പുരസ്കാരം സമ്മാനിക്കും. കമുകറ പുരുഷോത്തമൻ ഫൗണ്ടേഷൻ സെക്രട്ടറി PV ശിവൻ, ഗീതം സംഗീതം പ്രസിഡന്റ് EH മുഹമ്മദ് റഷീദ്, സുകുമാരൻ ചിത്രസൗധം, കമുകറ പുരുഷോത്തമന്റെ മകൾ ഡോക്ടർ കമുകറ R ശ്രീലേഖ, TV അനന്തനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയുടെ ഭാഗമായി എളവള്ളി പഞ്ചായത്തിലെ 14ാം വാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രാമസ്വരാജ് റോഡ് ജനങ്ങൾക്കായി തുറന്നു നൽകി. MLA മുരളി പെരുന്നെല്ലി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KD വിഷ്ണു, TC മോഹനൻ, പഞ്ചായത്ത് അംഗങ്ങളായ PM അബു, ജീന അശോകൻ എന്നിവർ സംസാരിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അംഗനവാടികളിലെ അടുക്കളയിലേക്ക് ആവശ്യമായ ഉപകരണങ്ങളുടെ വിതരണവും ഉപകരണങ്ങളുടെ സഹായം ആവശ്യമായി വരുന്ന ഭിന്നശേഷിക്കാരെ കണ്ടെത്തുന്നതിനുമായുള്ള മെഡിക്കൽ ക്യാമ്പും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജിഷ ശശി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, പഞ്ചായത്ത് മെമ്പർമാരായ KA ജ്യോതിഷ്, രേഖ ജയരാമൻ, നിമിഷ വിഗീഷ്, ബിജു കോലാടി തുടങ്ങിയവർ സംസാരിച്ചു.
ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ തണ്ടികവരവ് തൃപ്പുത്തിരി മുക്കുടി ആഘോഷം 29, 30, 31 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തണ്ടികവരവ് 29-ന് ഉച്ചയ്ക്ക് പോട്ട കച്ചേരി വളപ്പിൽ നിന്നും പുറപ്പെട്ട് 7 മണിയോടെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കും. 30-ന് ക്ഷേത്രത്തിൽ തൃപ്പുത്തിരി ആഘോഷിക്കും. ഭഗവാന് തൃപ്പുത്തിരി നിവേദിച്ച ശേഷം ഊട്ടുപുരയിൽ 5000-ഓളം ഭക്തജനങ്ങൾക്ക് തൃപ്പുത്തിരി സദ്യ നൽകും. വൈകിട്ട് ക്ഷേത്രത്തിൽ നളചരിതം, കഥകളി, ഉണ്ണായി വാര്യർ കലാനിലയം അവതരിപ്പിക്കും. 31-ന് ക്ഷേത്രത്തിൽ മുക്കുടി ആഘോഷിക്കും. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, കമ്മിറ്റി അംഗം രാഘവൻ മുളങ്ങാടൻ, അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പെരിങ്ങാട് സെന്റ് തോമസ് കുരിശുപള്ളിയിലെ തിരുനാളിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. 31-ന് തിരുനാളിന് കൊടിയേറും. നവംബർ 7, 8, 9 തീയതികളിലാണ് തിരുനാള്. പ്രീസ്റ്റ് ഇൻചാർജ് ഫാദർ ലിവിൻ ചൂണ്ടൽ, ജനറൽ കൺവീനർ ജോഷി കൊമ്പൻ, ട്രസ്റ്റിമാരായ ബെന്നി മാറോക്കി, PT റാഫേൽ, പബ്ലിസിറ്റി കൺവീനർ ഫിൻഡോ തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെങ്കിടങ് ടാക്സി സ്റ്റാൻഡിനോട് ചേർന്ന് സ്ഥാപിച്ച വാട്ടർ ATM പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വാട്ടർ ATMന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷത വഹിച്ചു. AT അബ്ദുൽ മജീദ്, KC ജോസഫ്, പൂർണിമ നിഖിൽ, ബസീജ വിജേഷ്, പഞ്ചായത്ത് സെക്രട്ടറി PA ഷൈല എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കേരളോത്സവം MLA CC മുകുന്ദൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സോഫി ഫ്രാൻസിസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ഉപജില്ലാ കലോത്സവത്തിന്റെ ലോഗോ പ്രകാശനവും പ്രൊമോ വീഡിയോയും ലോഞ്ചിങ്ങും നടന്നു. പാവറട്ടി ക്രൈസ്റ്റ് കിങ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നവംബർ 4, 5, 6 തീയതികളിലാണ് കലോത്സവം അരങ്ങേറുന്നത്. ഉപജില്ലയിലെ 7000-ഓളം വിദ്യാർത്ഥികൾ കൗമാര കലാമാമാങ്കത്തിൽ മാറ്റുരയ്ക്കും. കലോത്സവ ലോഗോ MLA മുരളി പെരുന്നെല്ലി പ്രകാശനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ പ്രൊമോ വീഡിയോ പുറത്തിറക്കി. പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ OJ ഷാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീന, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ KJ മെജോ, ജനറൽ കൺവീനർ സിസ്റ്റർ ഷീൻ തെരേസ് തുടങ്ങിയവർ സംസാരിച്ചു. ചെമ്പൂച്ചിറ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റത്തൂർ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗീതാഞ്ജലി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PS പ്രശാന്ത് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ MG രാധാകൃഷ്ണൻ, MPTA പ്രസിഡന്റ് ജിഷ ഹരിദാസ്, പ്രിൻസിപ്പാൾ K സതീഷ്, SMC ചെയർമാൻ സന്തോഷ് കുന്നുമ്മൽ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളത്ത് CV ശ്രീരാമൻ സാംസ്കാരിക നിലയത്തിന് തറക്കല്ലിട്ടു. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ VK ശ്രീരാമൻ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സംസ്ഥാന SC/ST കമ്മീഷൻ അംഗം TK വാസു, നോവലിസ്റ്റ് D രാമകൃഷ്ണൻ, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, നഗരസഭാ വൈസ് ചെയർമാൻ സൗമ്യ അനിലൻ തുടങ്ങിയവർ സംസാരിച്ചു. രാജ്യത്തിന്റെ വികസനത്തിനാണ് സ്പോർട്സ് കേന്ദ്രം എത്രമാത്രം പ്രയോജനപ്പെടുന്നു. കായിക വികസനമുണ്ട്. ഒരു കായിക സംസ്കാരത്തിലേക്കും കുന്നംകുളം ഒരു കച്ചവട നഗരമാണ്. കുന്നംകുളത്തെ കച്ചവട കേന്ദ്രത്തിന്റെ കച്ചവട താല്പര്യങ്ങളുടെ ആദ്യകാല CPIML പ്രവർത്തകനും ദലിത് സംഘടനകളുടെ നേതാവുമായിരുന്ന കൊടുങ്ങല്ലൂർ അഴീക്കോട് സ്വദേശി PV സജീവ് കുമാർ അന്തരിച്ചു. കുളിമുറിയിൽ തലയടിച്ചു വീണതിനെ തുടർന്ന് കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് വീട്ടുവളപ്പിൽ നടക്കും. കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിരുന്ന സജീവ് കുമാർ മനുഷ്യാവകാശ കൂട്ടായ്മ, ദലിത് സമുദായ മുന്നണി എന്നിവയുടെ പ്രവർത്തകനായിരുന്നു. മിച്ചഭൂമി സമരം, ഭൂമി കയ്യേറ്റ സമരം തുടങ്ങി നിരവധി സമരമുഖങ്ങളിൽ സജീവമായിരുന്നു. ഇനി വാണിജ്യം. ഹോമിയോപ്പതി ചികിത്സാ രംഗത്ത് 2.5 പതിറ്റാണ്ടോളം നീണ്ട വിശ്വസ്ത പാരമ്പര്യവുമായി ജനകീയത ആർജിച്ചു മുന്നേറുന്ന തൃശൂരിലെ ഡോക്ടർ സ്മിതാസ് മിംസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി ഗവേഷണ മേഖലയിലും കയ്യൊപ്പു ചാർത്തുകയാണ്. ഹോമിയോപ്പതിയിൽ 24 വർഷം നീണ്ട ചികിത്സാ പാരമ്പര്യം, ലോകോത്തര നിലവാരത്തിൽ ഏറ്റവും ആധുനികവും
ഫലപ്രദവുമായ മരുന്നുകളും ചികിത്സാ രീതിയും, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വേഗത്തിലുള്ള ശാശ്വതമായ രോഗമുക്തിയും ശമനവും ഇതെല്ലാമാണ് ഡോക്ടർ സ്മിതാസ് മിംസ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതിയെ സവിശേഷമാക്കുന്നത്. എല്ലാത്തരം രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുന്ന ഡോക്ടർ സ്മിതാസ് മിംസ് ലോകപ്രശസ്ത ഹോമിയോപ്പതി അക്കാദമിയായ ദ അതർ സോങ്ങിന്റെ കേരളത്തിലെ സെന്റർ കൂടിയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള 30ഓളം ഹോമിയോപ്പതി ഡോക്ടർമാരാണ് മിംസിൽ വിദഗ്ധ പഠനവും റിസർച്ചും നടത്തുന്നത്. സോറിയാസിസ് അടക്കമുള്ള ത്വക്ക് രോഗങ്ങളിൽ ഡെർമറ്റോളജി വിഭാഗം നടത്തിയ ഗവേഷണങ്ങൾക്ക് ഇതിനോടകം മികച്ച ഫലം നേടാനായി. സൈക്കോതെറാപ്പിയോട് കൂടിയ സൈക്കാട്രി വിഭാഗവും ഓട്ടിസം, ADHD, ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, ലേണിംഗ് ഡിസബിലിറ്റീസ് ഉൾപ്പെടെയുള്ള കുട്ടികൾക്കായി തെറാപ്പി, റെമഡിയേഷൻ സെക്ഷനുകളോട് കൂടിയ പീഡിയാട്രിക്സ് വിഭാഗവും ഡോക്ടർ സ്മിതാസ് മിംസിന്റെ പ്രത്യേകതയാണ്. മിംസ് ഗ്രൂപ്പ് MDയും CMOയുമായ ഡോക്ടർ സ്മിത രഘുനന്ദന്റെ നേതൃത്വത്തിലാണ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ. ഹോമിയോപ്പതിയിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻസ് ഇവിടെ അവൈലബിൾ ആക്കുക. ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു സ്കിൻ ഡിപ്പാർട്ട്മെന്റ്. കാരണം നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ട്. ലൈക്കൻ ബ്ലൈൻഡ്നസ്, സോറിയാസിസ്, ദെൻ ഒരു സൈക്യാട്രിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. 30 ഡോക്ടേഴ്സ് ഇനി ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഒരുക്കത്തിലാണ്. കേരളത്തിന് പുറമെ രാജ്യത്തിനകത്തും പുറത്തു നിന്നുമായി നിരവധി പേരാണ് ഡോക്ടർ സ്മിതാസ് മിംസിന്റെ സേവനങ്ങൾ തേടിയെത്തുന്നത്. തൃശൂർ പാട്ടുറായ്ക്കലിന് പുറമെ വടക്കാഞ്ചേരി, കോഴിക്കോട് എന്നിവിടങ്ങളിലും മിംസിന്റെ സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയാണ് കൺസൾട്ടേഷൻ സമയം. ഭിന്നശേഷി കുട്ടികൾക്കായി ആയുർവേദവും വിവിധ തെറാപ്പികളും സംയോജിപ്പിച്ച സേവനങ്ങൾ നൽകുന്ന അതിഥി റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ 9ാമത് ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ചെമ്പൂക്കാവ് ഹോളി ഫാമിലി സ്കൂളിന് സമീപം മ്യൂസിയം ക്രോസ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ച അതിഥി സെന്ററിന്റെ 9ാമത് ശാഖയുടെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. ഡെപ്യൂട്ടി മേയർ ML റോസി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയപ്രകാശ് പൂവത്തിങ്കൽ, ഡിവിഷൻ കൗൺസിലർ റെജി ജോയ്, കൗൺസിലർ ആൻസി പുലിക്കോട്ടിൽ, കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ, ഫാദർ ഫെഡറിക് എലുവത്തിങ്കൽ, KV ദാസൻ, CO ജേക്കബ്, ജെയിംസ് വളപ്പില, അതിഥി തൃശൂർ സെന്റർ ഡയറക്ടർ ഡോക്ടർ ധീരജ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓട്ടിസം, കുട്ടികളുടെ സംസാര ഭാഷാ വൈകല്യം, ഡൗൺ സിൻഡ്രോം, സെറിബ്രൽ പാൾസി, പഠന പ്രയാസങ്ങൾ, ബുദ്ധിപരമായ ന്യൂനതകൾ, ബിഹേവിയർ തെറാപ്പി, സെൻസറി ഇൻ്റഗ്രേഷൻ തെറാപ്പി, റെമഡിയൽ എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സ്പീച്ച് തെറാപ്പി, യോഗ, ആയുർവേദ, കൂടാതെ ഗ്രൂപ്പ് തെറാപ്പി, ലൈഫ് സ്കിൽ ട്രെയിനിംഗ്, പാരന്റ് എംപവർമെന്റ് പ്രോഗ്രാം, പാരന്റ് കൗൺസിലിംഗ് തുടങ്ങിയവയെല്ലാം അതിഥിയിൽ നൽകി വരുന്നു. കോട്ടക്കൽ, വണ്ടൂർ, കരുനാഗപ്പള്ളി, കണ്ണൂർ, ചങ്ങരംകുളം, വഴിയമ്പലം, തിരുവനന്തപുരം, പട്ടാമ്പി, മണ്ണാർക്കാട് എന്നിവിടങ്ങളിലും അതിഥി സെന്ററിന്റെ ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9744777110. തൃശൂരിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ പുഴയ്ക്കൽ നെസ്റ്റോയിൽ ഓഫറുകളെ ത്രില്ലടിപ്പിക്കാൻ നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സ്. 2 ദിവസം തുടരുന്ന നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സ് ശനിയാഴ്ച മുതൽ. നിത്യോപയോഗ സാധനങ്ങളുടെ ആളിക്കത്തുന്ന വിലയിൽ നിന്ന് ആശ്വാസമേകാൻ വിസ്മയിപ്പിക്കുന്ന ഓഫറുകളുമായി ഷോപ്പിംഗിൽ വീണ്ടും അത്ഭുതം സൃഷ്ടിക്കുകയാണ് പുഴയ്ക്കലിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്. ഒക്ടോബർ 25-26 തീയതികളിലാണ് നെസ്റ്റോ ഉപഭോക്താക്കൾക്കായി വമ്പൻ ഓഫറുകളുമായി നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സ് ഒരുക്കുന്നത്. നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 1499 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ 5 കിലോ പഞ്ചസാര 179 രൂപയ്ക്ക് ലഭ്യമാകും. അജ്മി സ്റ്റീം പുട്ടുപൊടിയും അരിപ്പൊടിയും 5 കിലോയ്ക്ക് 259 രൂപ. ബോൺലെസ് ബീഫ് 1 കിലോ 299 രൂപ. 3.5 കിലോ സൺപ്ലസ് ഡിറ്റർജന്റ് പൗഡർ സ്മാർട്ട് 139 രൂപ. കിച്ചൺ ഡ്രോപ്സ് വെളിച്ചെണ്ണ 900 ml 259 രൂപ. PK ചക്കി ഫ്രഷ് ആട്ട 5 കിലോ 199 രൂപ. കബനി ആക്റ്റീവ് റോസ് ലിക്വിഡ് ഡിറ്റർജന്റ് 5 കിലോ 249 രൂപ. മിൽമയുടെ വാനില സ്ട്രോബെറി മാംഗോ ഐസ്ക്രീം 1 ലിറ്റർ 99 രൂപ. നെസ്റ്റോ ഡ്രീം കേക്ക് 400 ഗ്രാം 159 രൂപ. സവാള 1 കിലോ 18 രൂപ 90 പൈസ. ഓറഞ്ച് 1 കിലോ 99 രൂപ. ബ്രോസ്റ്റഡ് ചിക്കൻ കോംബോ 229 രൂപ. 43 ഇഞ്ച് സ്മാർട്ട് LED TV 9999 രൂപ. ഇംപെക്സ് കടായി, പാൻ, തവ, ഫ്രൈ പാൻ എന്നിവയ്ക്ക് 3നും കൂടി 899 രൂപ. റോയൽ പ്രിൻസ് സ്റ്റീൽ പ്രഷർ കുക്കർ 5 ലിറ്റർ 999 രൂപ. ഡെൻമർ ബിരിയാണി പോട്ട് 12 ലിറ്റർ 1099 രൂപ. ബോയ്സ് ടീഷർട്ട്സ് 119 രൂപ. തുടങ്ങിയ ഓഫറുകൾക്ക് പുറമെ നിത്യോപയോഗ സാധനങ്ങൾ, ഇലക്ട്രോണിക്സ്, വസ്ത്രങ്ങൾ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയവ വൻ വിലക്കുറവിൽ നെസ്റ്റോ ബിഗ് ബില്യൺ ഡേയ്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നുണ്ട്. രാവിലെ 8 മുതൽ രാത്രി 12 വരെയാണ് പ്രവർത്തന സമയം. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,515 രൂപ, പവന് 92,120 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വെറൈറ്റി കളക്ഷൻ പൂരവുമായി TPR ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ. PM ശ്രീ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന CPI അനുനയിപ്പിക്കാൻ CPM. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ബിനോയ് വിശ്വവുമായി കൂടിക്കാഴ്ച നടത്തി. PM ശ്രീ വിഷയത്തിൽ CPM-ഉം CPI-യും ഒത്തുകളിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. എടമുട്ടത്ത് നിയന്ത്രണം വിട്ട് സ്കൂട്ടറിൽ നിന്ന് വീണ വീട്ടമ്മ ടിപ്പർ ലോറി ഇടിച്ചു മരിച്ചു. ചാമക്കാല സ്വദേശി സബീനയാണ് മരിച്ചത്. മണ്ണുത്തിയിൽ വൻ കവർച്ച. എടപ്പാൾ സ്വദേശിയായ ബസ് ഉടമയെ ആക്രമിച്ച് കാറിലെത്തിയ സംഘം 75 ലക്ഷം രൂപ കവർന്നു. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ കുടിവെള്ള നിരക്ക് കൂട്ടാൻ നീക്കം. ഇത് സംബന്ധിച്ച് സെക്രട്ടറിയുടെ സർക്കുലർ കൌൺസിലർമാർക്ക് നൽകി. വെള്ളക്കരം കൂട്ടാൻ നീക്കം നടക്കുന്നത് ഓഡിറ്റ് പരാമർശം ചൂണ്ടിക്കാട്ടി. ദേശീയപാത എടക്കഴിയൂർ സർവീസ് റോഡിലെ ഗർത്തം കരാർ കമ്പനി അടച്ചു. നടപടി TCV വാർത്തയെ തുടർന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.